നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ് phi is equal to closed integral of E dot ds നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് E dot ds എന്ന് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാം ഈ ഒരു സിലിണ്ടറിക്കലാകുമ്പോൾ, ഈ സിലിണ്ടർ ഷേപ്പിലാകുമ്പോൾ ഇതിന് 3 സർഫസുകളുണ്ട് അല്ലേ. അതായത് ഇതിങ്ങനെ ഒരു കർവ്ഡ് സർഫസിൽ ഈ ഒരു പോർഷൻ കർവ്ഡ് സർഫസ് ആണ്. ഈ മേൽഭാഗത്തും ഒരു ക്ലോസ്ഡ് അല്ലേ ഒരു സർഫസ് ഉണ്ട്, താഴെ ഭാഗത്തും ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. അപ്പം ഈ 3 ഭാഗത്തെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു പോർഷൻ ഇവിടുത്തെ ഈ ഒരു സൈഡിലെ കർവ്ഡ് സർഫസിൽ ഇത്ര ഒരു ഏരിയ കൺസിഡർ ചെയ്യുവാണ്. ഒരു ഡി എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ എന്ന് വിചാരിച്ചു, ചെറിയ പോർഷൻ ഡി എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ കൺസിഡർ ചെയ്തു. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ അവിടുത്തെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഇത് കൺസിഡർ ചെയ്തു, ചെറിയ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആ ഒരു ഡയറക്ഷനിലാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഏരിയ വെക്ടർ